ദൃശ്യം എന്ന സിനിമയുടെ കഴിഞ്ഞ 17 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കാം നമുക്ക്. അതിനു പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ദൃശ്യം 3 നമ്മുടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ലലടൻ സിനിമയാണ് ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. സിനിമ കഴിഞ്ഞ മാസം മെയ് മാസം 21 ലാസ്റ്റ് തിയേറ്റർ റിലീസിന് വന്നത് വേൾഡ് വൈഡ്. എന്തായാലും പടത്തിന്റെ ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക് ശനിയാഴ്ച സിനിമയ്ക്ക് നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിനിമയ്ക്ക് നല്ലൊരു നമ്പേഴ്സ് കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് സിനിമയ്ക്ക് ശനിയാഴ്ച 1,35,00,000 ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും നമുക്ക് ശനിയാഴ്ച ദിവസം. പുതിയ സിനിമകൾ വന്നിട്ട് പോലും ശനിയാഴ്ച വീക്കെൻഡ് ആയിട്ട് സിനിമയ്ക്ക് നല്ലൊരു ബോക്സ് ഓഫീസ് റിപ്പോർട്ടാണ് കാണാൻ സാധിക്കുന്നത്. ടോട്ടൽ അങ്ങനെ 17 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം സിനിമ 84,40,00,000 നേടിയെടുത്തിരിക്കുകയാണ്. സിനിമ എന്തായാലും ഞായറാഴ്ചത്തെ ബോക്സ് ഓഫീസിലൂടെ നമ്മുടെ പുലിമുരുകൻ എന്ന സിനിമയുടെ ഫൈനൽ കേരള ബോക്സ് ഓഫീസ് തകർക്കാൻ പോവുകയാണ്. പുലിമുരുകൻ സിനിമയുടെ 85,10,00,000 എന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ട്. എന്തായാലും നമ്മുടെ പുലിമുരുകൻ സിനിമയുടെ കളക്ഷൻ തകർക്കുമ്പോൾ നമ്മുടെ എമ്പുരാൻ സിനിമ അവിടെ നിൽക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 86,25,00,000 തൊട്ട് പിന്നാലെ തന്നെയായിട്ട് 2018 നിൽക്കുന്നുണ്ട് മുന്നിൽ തന്നെയായിട്ട് 89 കോടിയായിട്ട് 20,00,000. പിന്നെയുള്ളതൊക്കെ ട്രിപ്പിൾ ഡിജിറ്റ് ആണ്, 100 കോടിയുടെ മുകളിൽ. അതെന്തായാലും നമ്മൾ ഇപ്രാവശ്യം നോക്കുന്നില്ല. എന്തായാലും മാക്സിമം നമ്മുടെ 2018 പുലിമുരുകൻ സിനിമയുടെ കളക്ഷൻ തകർക്കാനാണ് നിലവിൽ ചാൻസ് കാണുന്നത്. കാരണം ശനിയാഴ്ച സിനിമയ്ക്ക് അത് മൂന്നാം ശനിയാഴ്ചയാണ് സിനിമയ്ക്ക് 1 കോടിയുടെ മുകളിൽ ഒരു കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ചെറിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ. നിലവിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലൊന്നും സിനിമയ്ക്ക് വലിയ കളക്ഷൻ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. തമിഴ്നാട്, തെലുങ്ക്, കർണാടകയിലൊക്കെ സിനിമയുടെ കളക്ഷനൊക്കെ ലക്ഷങ്ങളിൽ ചുരുങ്ങി വന്നിരിക്കുകയാണ്. ഈവൻ തെലുങ്കിലാണെങ്കിൽ പെട്ടി എന്ന സിനിമ റിലീസിന്, തമിഴിലാണെങ്കിൽ ബ്ലാസ്റ്റ്, പിന്നെ ജയറാമേട്ടന്റെ പെരുമല ആൻഡ് കോ, അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നുകൊണ്ട് തന്നെ സിനിമയ്ക്ക് സ്ക്രീൻ കൗണ്ടും കുറഞ്ഞിട്ടുണ്ട്. നല്ല പോലെ ഇനി കളക്ഷൻ നമുക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യേണ്ട. ഈവൻ 17-ാം ദിവസം സിനിമയ്ക്ക് ടോട്ടൽ നെറ്റ് കളക്ഷൻ ലഭിച്ചത് 73,00,000. ഗ്രോസ് ആണെങ്കിൽ 86,00,000. അതിൽ പകുതിയും നമ്മുടെ കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ തന്നെയാണ്. ടോട്ടൽ സിനിമയ്ക്ക് ഇപ്പോൾ ബോക്സ് ഓഫീസ് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ നെറ്റ് മാത്രം 103 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസ് ആണെങ്കിൽ സിനിമയ്ക്ക് 122 കോടി കാണാൻ സാധിക്കുന്നുണ്ട്. ഓവർസീസിന് മാത്രം സിനിമയ്ക്ക് 111 കോടിയുടെ മുകളിൽ കാണുന്നുണ്ട്. വേൾഡ് വൈഡ് സിനിമയ്ക്ക് നിലവിൽ 232 കോടിയുടെ മുകളിലാണ് ഗ്രോസ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കുന്നേ ചെയ്യാൻ നമുക്ക് ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ കൂടുതൽ വേൾഡ് വൈഡും കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിനായിട്ടും. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ദൃശ്യം എന്ന സിനിമയുടെ പുതിയതായിട്ട് ഒരു OST പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമയുടെ കംപ്ലീറ്റ് ആൽബം. എന്തായാലും സ്പോട്ടിഫൈ, യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആർട്ടിസ്റ്റിന്റെ പേര് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ. എന്തായാലും പടം കണ്ടവരെ മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക.